ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ സംശയം ചോദിച്ചൊരു ചാപ്റ്ററാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എന്നാൽ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും എളുപ്പത്തിൽ 5 മിനിറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അഡ്ജസ്റ്റ്മെന്റ് ഒഴികെയുള്ള ഫസ്റ്റ് പാർട്ട്, ഈ പാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ട്രയൽ ബാലൻസിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും? എക്സ്പെൻസ്, ഇൻകം, അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. ഈ 5 ഐറ്റംസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടാവും. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടാവും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 5 ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിലേക്കും ക്ലാസിഫൈ ചെയ്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായും ചെയ്യേണ്ടത്. സെറ്റാണ്. അതായത് ഇവിടേക്ക് നോക്കിയാൽ ഇപ്പോൾ ഉദാഹരണത്തിന് 5 ഐറ്റംസ് ട്രയൽ ബാലൻസ് കൊടുത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഓരോന്നിനെയും ഓരോ സ്ഥലത്തേക്ക് റെക്കോർഡ് ചെയ്യണം. എങ്ങനെ? ഇപ്പൊ എക്സ്പെൻസ് ആണെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് സൈഡിലേക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇൻകം ആണെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞു ട്രയൽ ബാലൻസിൽ എത്ര ഐറ്റംസ് ഉണ്ടാവും മക്കളെ? 5 കാറ്റഗറീസ് ഓഫ് ഐറ്റംസ് ആയിരിക്കും ട്രയൽ ബാലൻസിൽ ഉണ്ടാവും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ 5 കാറ്റഗറീസ് ഓഫ് ഐറ്റംസിൽ എക്സ്പെൻസ് വന്നാൽ, എങ്ങനെ എക്സ്പെൻസ് വന്നാൽ ആ എക്സ്പെൻസ് നമ്മൾ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. എക്സ്പെൻസ് ഏതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഏതൊക്കെ എക്സ്പെൻസ്? അത് തന്നെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കൂട്ടാ. അതേപോലെ തന്നെ ഇൻകംസ്, ഇൻകം വന്ന് നമ്മൾ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യുന്നത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഏതൊക്കെ ഇൻകം? സെയിൽസ്, റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. ഇനി ഏതെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ, വേറെ ഏത് രീതിയിൽ ഇൻകം കിട്ടുകയാണെങ്കിലും അതെല്ലാത്തിനെയും നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യണം മക്കളെ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. സെറ്റാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. എന്താണ്? എക്സ്പെൻസ് ആണെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസിന് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഇൻകം ആണെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസിന് ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി ഏതൊക്കെ ഐറ്റംസാണ് ബാക്കിയുള്ളത്? അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും. ഈ 3 ഐറ്റത്തെയും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട എങ്ങോട്ടെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിലേക്കാണ്. അതായത് അസറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? റെക്കോർഡ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. സോ പരിപാടി കഴിഞ്ഞു. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് എക്സ്പെൻസ് ആണെങ്കിൽ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യും? ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഇൻകം ആണെങ്കിൽ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യും? ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ്. അസറ്റ് ആണെങ്കിൽ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആണ്. ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണെങ്കിലോ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആണ്. ഇത് പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് എക്സ്പെൻസ് എന്ന് നമ്മൾ ഡെബിറ്റ് സൈഡ് എക്സ്പെൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. എന്നാൽ എക്സ്പെൻസിനെ 2 ആക്കി തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. അതേപോലെ ഇൻകത്തിനെയും നമ്മൾ 2 ആക്കി തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ഇൻകവും ഇൻഡയറക്റ്റ് ഇൻകവും. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഞാൻ ഇപ്പോൾ വരച്ചല്ലോ, ഈ ഒരു പാർട്ട് ട്രേഡിംഗ് അക്കൗണ്ടാണ്. സോ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഡയറക്റ്റ് എക്സ്പെൻസിനെയും ഡയറക്റ്റ് ഇൻകത്തിനെയും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യാം. മനസ്സിലായോ? ഡയറക്റ്റ് എക്സ്പെൻസിനെയും ഡയറക്റ്റ് ഇൻകം നമ്മൾ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയും ഇൻഡയറക്റ്റ് ഇൻകത്തെ നമ്മൾ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യുക? അത് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് വേണം റെക്കോർഡ് ചെയ്യുക. അപ്പം ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താ? ഡയറക്റ്റ് ഇൻകം ഏതൊക്കെയാ? ഇൻഡയറക്റ്റ് ഇൻകം ഏതൊക്കെയാ? നോക്കിയാലോ നമുക്ക്. ഈ ലിസ്റ്റ് അങ്ങോട്ട് സെറ്റ് ആക്കി പഠിച്ചേക്കാം. ഇതാണ് മെയിൻ. ഓക്കെ, ഇതാണ് മെയിൻ. സോ ഈ ഐറ്റംസ് ഒക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസിന് അണ്ടറിൽ വരുന്ന ഐറ്റംസ്. ക്ലിയർ? ഈ ഐറ്റംസ് ഒക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് അണ്ടറിൽ വരുന്ന ഐറ്റംസ്. ഇതാണ് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൊടുത്തിട്ടില്ല. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഏരിയാസ്. ക്ലിയർ? സോ അതിൽ നിന്നെടുത്തുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് ആണിത്, അതിൽ നിന്നെടുത്തുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണിത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഇപ്പോൾ ട്രയൽ ബാലൻസിൽ എന്ത് വന്നു? ഫ്രൈറ്റ് വന്നു എന്ന് വിചാരിക്കാം. ഫ്രൈറ്റ്, FRIGHT, ഫ്രൈറ്റ് ട്രയൽ ബാലൻസിൽ വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരെ എങ്ങോട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക്, ട്രേഡിംഗ് ആൻഡ് ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. എന്ത്? ഫ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതേസമയം സാലറി വന്നിട്ടാണ് ഇവിടെയൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ലോസിലേക്ക്. കാരണം എന്താ? സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ മക്കളെ, ഇന്ന പൊന്നാര മക്കളെ, കർലിന്റെ കഷ്ടങ്ങൾ, മുത്തുമണികളെ, നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ? ഈ ലിസ്റ്റ് ആദ്യം സെറ്റാക്കി. ഈ ചാപ്റ്റർ ഓക്കെ ആവും. മനസ്സിലായോ? ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. ഈ ചാപ്റ്റർ പക്ക ഓക്കെ ആവും. ക്ലിയർ അല്ലേ? ഈ 2 കാര്യം പ്രധാനമായിട്ടും പഠിക്കാം. അതേപോലെ തന്നെ ഡയറക്റ്റ് ഇൻകം ഏതാ? ദർ ഇസ് വൺ ആൻഡ് ഓൺലി ഡയറക്റ്റ് ഇൻകം. മനസ്സിലായോ? ഡയറക്റ്റ് ഇൻകം ആയിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? സെയിൽസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്ക്. എന്ത്? ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് ഇൻകം ഏതൊക്കെയാണ്? ഇൻഡയറക്റ്റ് ഇൻകം ഏതൊക്കെയാണ് എന്ന കാര്യം പഠിച്ചു വെക്ക്. ക്ലിയർ അല്ലേ? സോ കൃത്യമായിട്ട് പറയാം. നമുക്ക് ഇൻഡയറക്റ്റ് ഇൻകത്തിനെ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്
അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഡയറക്റ്റ് ഇൻകത്തിനെ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അതേപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യണം, ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യണം, അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസിനെ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യണം, ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യണം. ഇത് ക്ലിയർ ആണ്, സെറ്റ് പരിപാടി ക്ലിയർ അല്ലേ? അപ്പോൾ ഇതങ്ങോട്ട് വൃത്തിക്ക് പഠിച്ചു മക്കളെ, എല്ലാവരും വൃത്തിക്കൊന്ന് പഠിച്ചേ. ഇനി അതിനുശേഷം അസറ്റ് സൈഡ് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, വ്യക്തമായിട്ട് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ലിസ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണോ? പരിപാടി സെറ്റാണ്. നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് കൊണ്ട് പ്രിപ്പയർ ചെയ്തതിൻ്റെ പകുതി മുക്കാലും നിങ്ങൾ കഴിഞ്ഞു. ഇനി ബാക്കി പകുതി അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഫണ്ടമെന്റലി നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഈ കാര്യമാണ്. ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സോ ഫണ്ടമെന്റലി ഈ ഒരു കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ബേസിക്കലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ മക്കളെ? നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പുഷ്പം പോലെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റും. പറഞ്ഞ കാര്യം ക്ലിയർ സെറ്റാണ്. സോ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുക മക്കളെ? സോ ഈ ഒരു ഏരിയ പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആയ മെത്തേഡാണ് ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കണ്ടന്റ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ബൈ.